السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجز فاهجر. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അത്തരത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വിശ്വാസി ജീവിതത്തിൽ സ്വദേഹത്തെക്കാളേറെ സ്നേഹിക്കണമെന്നും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എപ്രകാരമാണ് എന്നുമൊക്കെയാണ് നമ്മൾ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായി സംസാരിച്ചു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ള ചോദ്യത്തിന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞ് മനസ്സിലാക്കി പ്രവാചകൻ്റെ ചരിത്രം പഠിച്ച് ആ പ്രവാചകനെ മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കുക എന്നല്ല. ആരാണ് ആ പ്രവാചകനെന്നും പ്രവാചകൻ്റെ ജീവിതം എന്താണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന് ഈ ജനതയോട് പറഞ്ഞതെന്താണ് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം മാത്രം നിലനിൽക്കേണ്ടതുമല്ല ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമെന്ന് പറയുന്നത്. ആ പ്രവാചകനെ പഠിച്ച് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം നമ്മൾ ഓരോരുത്തരും പ്രകടമാക്കേണ്ടത്. അതിനെന്തു വേണം? പ്രവാചകൻ്റെ ജീവിത ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്തിനാണ് നമ്മളിത് പഠിക്കേണ്ടത് എന്നും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും ബാല്യവും വിവാഹവും കുടുംബവുമൊക്കെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്ന് രണ്ട് വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രവാചകൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട വളരെ ചുരുങ്ങിയ കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ സംസാരം മുന്നോട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സ്, ആ വയസ്സുവരെ മക്കക്കാർക്കിടയിൽ അൽ അമീനായി കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു എന്നുള്ളതാണ്. അവർക്ക് പ്രശ്നങ്ങൾ തീർപ്പാക്കാൻ വേണ്ടിയുള്ള ഒരാളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീർപ്പാക്കുന്ന വിഷയം സന്തോഷത്തോടുകൂടി അവർ സ്വീകരിച്ചിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, പ്രവാചകന് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഅബയുടെ പുനർനിർമ്മാണം നടക്കുന്ന
സമയത്ത് ഹജറുൽ അസ്വദ് അത് ആര് എടുത്തു വെക്കുമെന്നുള്ള ചർച്ച നടക്കുന്ന സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. തൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന താൻ സമ്പാദിക്കുന്ന ഹലാലായ സമ്പാദ്യം കൊണ്ട് മാത്രം അത് ക്രമീകരണവും പടുത്തുയർത്തലുകളുമൊക്കെ മക്കയിലെ മുശ്രിക്കീങ്ങൾ കഅബയുടെ വിഷയത്തിൽ നടത്തുമ്പോൾ ഓരോ ഗോത്രത്തിലുള്ള ആളുകളും തൻ്റെ ഹലാലായ സമ്പാദ്യം അതിനുവേണ്ടി വിനിയോഗിക്കുമ്പോൾ ഹജറുൽ അസ്വദ് അതാരെടുത്തു വെക്കണമെന്നുള്ള വലിയ ചർച്ച നടക്കുന്നു. അവസാനം അവരൊരു തീരുമാനത്തിലേക്ക് എത്തി. ഇവിടേക്ക് ഈ സദസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ആരാണോ അയാളുടെ തീരുമാനമായിരിക്കും അന്തിമമെന്ന് അവർ ഓരോരുത്തരും വിധി പറയുകയും അവിടേക്ക് അവരെല്ലാവരും ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ അവരെല്ലാവരും മനസ്സുകൊണ്ട് ഒരേപോലെ തൃപ്തിപ്പെടുകയും ചെയ്തിരുന്ന മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കടന്നു വന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, അവിടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു തുണി വിരിക്കുകയും അതിലേക്ക് ഹജർ എടുത്തു വെക്കുകയും എന്നിട്ട് എല്ലാവരെ കൊണ്ടും എല്ലാ ഗോത്രത്തിലെ ആളുകളെ കൊണ്ടും അത് പിടിപ്പിക്കുകയും ഹജർ എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തതിൻ്റെ യഥാസ്ഥാനത്തേക്ക് തിരിച്ചു വെക്കുകയും ചെയ്തു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് പ്രായം 35 വയസ്സായിരുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 35 വയസ്സായിരുന്നു. ആ സമയത്ത് തൻ്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള ഗോത്രങ്ങൾ തമ്മിലുള്ള വലിയ യുദ്ധത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കുകയായിരുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പ്രശ്നം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പരിഹരിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ കാണാൻ കഴിയും. 35 വയസ്സിൽ അൽ അമീനായി അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടം വരെ അൽ അമീനായി അറിയപ്പെട്ടിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും സ്വീകരിച്ചിരുന്ന ജനതയായിരുന്നു അന്ന് മക്കയിലുണ്ടായിരുന്നത് എന്നുള്ളത് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടുന്ന് ഇങ്ങോട്ട് 40-ാമത്തെ വയസ്സ് പൂർത്തിയാകുമ്പോൾ ആ 40-ാമത്തെ വയസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുമ്പോൾ അവരെല്ലാവരും നേരെ തിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അന്നും മക്കയിൽ വലിയ വലിയ തിന്മകളും അതേപോലെ തന്നെ ഒരുപാട് മ്ലേച്ഛമായ പ്രവർത്തനങ്ങളുമൊക്കെ മക്ക നിവാസികൾക്കിടയിൽ പരസ്യമായും രഹസ്യമായും നടമാടിക്കൊണ്ടിരിക്കുമ്പോഴും അതിലേക്കൊന്നും ഇടപെടാതെ അതിലേക്കൊന്നും പോകാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഏറ്റവും നല്ല സുന്ദരമായ ജീവിതം നയിച്ചു എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മക്കയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെയുള്ള ജബൽ നൂർ പർവ്വതമുകളിലുള്ള ഹിറാ ഗുഹയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിച്ചിരിക്കുന്ന സാഹചര്യമുണ്ടായി. റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ജബൽ നൂറിലേക്ക് പോവുകയും ഹിറാ ഗുഹയിൽ തനിച്ചിരിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. താൻ കാണുന്ന സ്വപ്നങ്ങളെല്ലാം അത് നടപ്പിലാകുന്നതല്ലെങ്കിൽ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ തനിച്ചിരിക്കൽ ആരംഭിക്കുകയാണ്. അവിടുന്ന് 6 മാസത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തുടരുകയും ചെയ്തു എന്നുള്ളത് ചരിത്രത്തിൽ നമ്മൾ കാണാൻ കഴിയും. അവിടുന്ന് റമളാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങി. അവിടെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന പല അടയാളങ്ങളും പ്രവാചകന്റെ നുബുവത്തിന് മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമായി എന്നുള്ളത്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൻ ജാബിർ ഇബ്നു സമുറ ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലഅഅരിഫു ഹജറൻ ബിമക്കത, എനിക്ക് മക്കയിൽ ഒരു കല്ലറിയാം, കാന യുസല്ലിമു, അതെന്നോട് സലാം പറഞ്ഞിരുന്നു, അലാ ഖബ്ല അൻ ഉബഅത, ഞാൻ നബിയായി നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ആ കല്ലെന്നോട് സലാം പറഞ്ഞിരുന്നു. ഇന്നി ലഅഅരിഫുഹു അൽആൻ, ഇപ്പോഴും എനിക്ക് ആ കല്ല് ഏതാണ് എന്നറിയാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്തിന് മുമ്പ് തന്നെ പ്രവാചകനോട് കല്ല് സലാം പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അത് താൻ നബിയാണ് എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് എന്ന് ഉലമാക്കൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിഞ്ഞിരുന്നില്ല. ഞാൻ നബിയാണ്, അതിൻ്റെ അടയാളമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓരോ
ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിക്കൊണ്ടുവരികയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടുന്ന് 40-ാമത്തെ വയസ്സിൽ വഹീന്റെ തുടക്കമാണ്. അതാണ് ഒന്നാമത് സൂചിപ്പിക്കാനുള്ളത്, വഹീന്റെ തുടക്കം. വിശുദ്ധ റമദാൻ മാസം തിങ്കളാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാമയിലൂടെ ആദ്യ വചനങ്ങൾ ഇറങ്ങി എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. 2-ാം അധ്യായം സൂറത്തു ബഖറയിലെ 185-ാമത്തെ വചനം. വിശുദ്ധ ഖുർആൻ അത് റമളാൻ മാസത്തിലാണ് അവതരണമായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമിൽ ഇത്നൈനി ഫഖാല ഫീഹി ഉലിത്തു വഫീഹി ഉൻസില അലയ്യ. തിങ്കളാഴ്ച ദിവസത്തിലെ നോമ്പിനെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫീഹി ഉലിത്തു, അന്നേ ദിവസമാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്, വഫീഹി ഉൻസില അലയ്യ, അന്നാണ് എനിക്ക് വഹി ഇറങ്ങിയിട്ടുള്ളത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ റമദാൻ മാസത്തിലെ ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിന് വഹി ഇറങ്ങുന്നത്. അവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നീട് 13 വർഷക്കാലം മക്കയിൽ പ്രവാചകനായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബുഇസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി40 സന, 40-ാമത്തെ വയസ്സിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി നിയോഗിക്കപ്പെട്ടു. അതേപോലെ തന്നെ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് 13 വർഷം മക്കയിൽ വഹി ലഭിച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു. സുമ്മ ഉമിറ ബിൽ ഹിജ്റ, പിന്നീട് ഹിജ്റക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയും ഫഹാജറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോവുകയും ചെയ്തു. അങ്ങനെ മദീനയിൽ 10 വർഷം ജീവിക്കുകയും വമാത, എന്നിട്ട് അവിടെ മരണപ്പെടുകയും ചെയ്തു. എപ്പോ 63-ാമത്തെ വയസ്സിൽ. അങ്ങനെ 23 കൊല്ലക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നബിയായി കൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, റമദാനിന്റെ തിങ്കളാഴ്ച ദിവസം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വായിക്കാൻ കൽപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ കാര്യങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ചുകൊണ്ട് അവൻ അറിവില്ലാത്തത് പഠിപ്പിച്ചവനാണ് റബ്ബ് എന്നും ആ റബ്ബിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യത്തെ 5 വചനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങി. അവിടുന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇഖ്റ, നീ വായിക്ക് എന്ന് പറഞ്ഞു. മാ അന ബിഖാരിഇൻ, ഞാൻ വായിക്കാൻ അറിയുന്നവനല്ല, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറയുകയും അവിടുന്ന് 3 തവണ ആവർത്തിക്കുകയും ശേഷം പാരായണം ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ ജമ്മിലൂനി അല്ലെങ്കിൽ ദസ്സിറൂനി, എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹിറയുടെ മുകളിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് ഓടിയ ചരിത്രമുണ്ട്. അവിടുന്ന് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകരെ, മുഹമ്മദ് താങ്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദനിപ്പിക്കുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ല. കാരണം ഇന്നക ലതസ്ലുർ റഹിം, താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം അകറ്റുന്നവനാണ്. അങ്ങനെ പ്രവാചകന്റെ ഒരുപാട് ക്വാളിറ്റികൾ എടുത്തു പറഞ്ഞുകൊണ്ട് താങ്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഉപ്പയൊത്ത സഹോദരന്റെ പുത്രനായിട്ടുള്ള വറഖത്ത് ബിൻ നൗഫലിന്റെ അരികിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടിക്കൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ പോകുന്ന ചരിത്രമുണ്ട്. വറഖയോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു. അന്ന് വേദം പഠിച്ചിരുന്ന, മുൻ വേദങ്ങളെക്കുറിച്ച് അഗാധമായ ജ്ഞാനമുണ്ടായിരുന്ന, ഹെബ്രു ഭാഷ പഠിച്ചിരുന്ന ആളായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ എന്ന ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, താങ്കളുടെ അരികിലേക്ക് വന്നിട്ടുള്ളത്, മൂസ നബി അലൈഹിസ്സലാമയുടെ അരികിലേക്ക് വന്നിട്ടുള്ള അതേ മലക്കാണ്, താങ്കളെ അള്ളാഹുവിൻ്റെ ദൂതനായി നിയോഗിച്ചിട്ടുണ്ട് എന്നും അങ്ങയുടെ നാട്ടുകാർ ആട്ടിയോടിക്കുമെന്നും അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അങ്ങേക്ക് എല്ലാവിധ പിന്തുണയും ഞാൻ നൽകുമെന്നും വറഖത്ത് ബിൻ നൗഫൽ അവിടുന്ന് പറഞ്ഞു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാം. പക്ഷേ അദ്ദേഹം അതിനു മുമ്പ് മരണപ്പെടുകയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വറഖ സ്വർഗത്തിലാണ് എന്ന് പറയുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ ആദ്യ 5 വചനങ്ങൾ ഇറങ്ങിയതിനു ശേഷം പിന്നീട് ദിവസങ്ങളോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നിലക്കുകയാണ്. അവിടുന്ന് പിന്നീട് രണ്ടാമത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് പരസ്യ പ്രബോധനത്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശപ്രകാരം പ്രവാചകനോട് കൽപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, അവിടുന്ന് ദിവസങ്ങളോളം ആദ്യ വഹി ഇറങ്ങിയിട്ട് വഹിയൊന്നും കിട്ടാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കി നടന്നിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നീട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും തനിച്ചിരിക്കാൻ വേണ്ടി ഹിറയിൽ പോയി ഇരിക്കാൻ വേണ്ടി അവിടുന്ന് ആഗ്രഹിക്കുകയും വീണ്ടും അവിടെ തന്നെ പോയി ഇരിക്കുകയും ചെയ്ത സംഭവമുണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ജബലുൻ നൂറിൽ നിന്ന് ഇറങ്ങുന്ന സാഹചര്യത്തിൽ തൻ്റെ മുകൾ വശത്ത് എന്തോ ഉള്ളതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെടുകയും ഫലമ്മാ റഅയ്തുഹു, അങ്ങനെ ഞാൻ അവിടേക്ക് നോക്കുമ്പോൾ അവിടുന്ന് മുമ്പ് വന്നിട്ടുള്ള അതേ മലക്ക് അവിടുന്ന് ഒരു കസാലയിൽ ഇരിക്കുന്നതായി ഞാൻ കണ്ടു എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കണ്ട ഉടനെ ബോധരഹിതനായി വീണു എന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. എന്നിട്ട് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൈതു അഹ്ലി മുസ്രിഅൻ, വേഗത്തിൽ തന്റെ കുടുംബത്തിലേക്ക് ഓടുകയാണ്. ഫഖുൽതു ദത്തിറൂനി ദത്തിറൂനി, എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചോടി. ആ സമയത്ത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹൽ മുദ്ദത്തിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതുഹിർ വറുജ്സ ഫഹ്ജുർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾ ഇറക്കുകയാണ്. യാ അയ്യുഹൽ മുദ്ദത്തിർ, ഏ പുതച്ചു മൂടിക്കിടക്കുന്നവനെ, ഖും എഴുന്നേൽക്ക്, ഫഅൻദിർ ജനങ്ങൾക്ക് താക്കീത് നൽകി, വറബ്ബക ഫകബ്ബിർ നീ നിന്റെ രക്ഷിതാവിനെ മഹത്വപ്പെടുത്തണം, വസിയാബക ഫതുഹിർ നീ നിന്റെ വസ്ത്രം ശുദ്ധീകരിക്കണം, വറുജ്സ ഫഹ്ജുർ അതേപോലെ തന്നെ നീ പാപങ്ങൾ ജീവിതത്തിൽ നിന്ന് വെടിയണമെന്നുള്ള 5 ആയത്തുകൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങി എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് പരസ്യ പ്രബോധനത്തിനുള്ള, അതായത് ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രബോധനം നടത്തണമെന്നുള്ള ആ ദൗത്യ നിർവഹണത്തിനുള്ള അള്ളാഹുവിന്റെ റസൂലിനോടുള്ള കൽപ്പനയായിരുന്നു ദഅവത്തുമായി മുന്നോട്ടു പോകണമെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിർദ്ദേശം ഏറ്റെടുത്തുകൊണ്ട് ആദ്യം രഹസ്യ പ്രബോധനം ആരംഭിക്കുകയും പിന്നീട് അത് പരസ്യമാക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, 23 കൊല്ലക്കാലം കൊണ്ട് തികച്ചും അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായ ദഅവ പ്രവർത്തനങ്ങളിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ ആ സമൂഹത്തെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ദാഇമാരായി മാറുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും പ്രബോധകന്മാരായി മാറുക എന്നുള്ള വലിയ സന്ദേശമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് നൽകുന്നത്. 23 കൊല്ലക്കാലം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമമില്ലാതെ ആ സമൂഹത്തിന്റെ കൂടെ നടന്നുകൊണ്ട് ആ സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുക്കുകയാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പ്രിയമുള്ളവരെ, അറിഞ്ഞവരാണ് നമ്മൾ, മനസ്സിലാക്കിയവരാണ് നമ്മൾ. ദീനിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ അറിഞ്ഞ എത്ര കാര്യം ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്? നമ്മൾ അറിഞ്ഞ ഇൽമ്, അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്തു എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട്. നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. 5 വക്ത് നമസ്കാരം നിർബന്ധമാണെന്ന് പഠിച്ചവരാണ് നമ്മൾ. അതിൻ്റെ പ്രാധാന്യം പഠിച്ചവരാണ് നമ്മൾ. അത് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. പക്ഷേ നമസ്കരിക്കാത്ത ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ ലോകത്തുണ്ടാകുമ്പോൾ എന്തിനേറെ നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ അവിടെയും കണ്ടെത്താൻ കഴിയും ഒരു വക്ത് പോലും നമസ്കരിക്കാത്തയാളെ, അതല്ലെങ്കിൽ കേവലം ജുമഅക്ക് മാത്രം നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറുന്ന ഒരു മുസ്ലിമായിട്ടുള്ള ഒരു മെമ്പറെ നമ്മുടെ കുടുംബത്തിൽ ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ നമസ്കാരത്തിന്റെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയോട് അതിനെക്കുറിച്ച് ഉപദേശിക്കാൻ, അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ഒരേ തീന്മേശയിൽ ഇരുന്നു കൊണ്ട് കുടുംബത്തിൽ ഓരോരുത്തരുമായി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിയുന്ന, ജാറങ്ങളിലേക്കും മക്കബറിലേക്കും പോയിക്കൊണ്ട് ആഗ്രഹ സഫലീകരണത്തിന് പോകുന്ന ആ മെമ്പറെ ഒന്ന് തീന്മേശയുടെ മുമ്പിൽ ഭക്ഷണത്തിന് മാത്രം വിളിച്ചിരുത്താതെ, അതല്ലാതെ അള്ളാഹുവിന്റെ ദീന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒന്നിരുത്താനും സംസാരിക്കാനും പ്രിയമുള്ളവരെ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? അതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം. 23 കൊല്ലക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തുമായി ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ, അവിടുന്ന് പ്രവാചകനിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബാക്കൾ വിശ്രമമില്ലാതെ സമൂഹത്തിലേക്ക് ദഅവ പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ നമുക്കും ഇറങ്ങാൻ കഴിയണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയ
പ്രിയമുള്ളവരെ, സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. എല്ലാ നിലക്കും ദീന് പഠിച്ച ആളുകൾ മാത്രമേ ദഅവത്ത് നടത്താവൂ എന്നും ദീനിൽ നിയമമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രസംഗിക്കാൻ അറിയുന്നവൻ മാത്രമേ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ എന്നൊന്നും നിയമമില്ല. അതേപോലെ തന്നെ എഴുതാൻ അറിയുന്നവൻ മാത്രമേ, അതല്ലെങ്കിൽ ദീനിന്റെ മുഴുവൻ കാര്യങ്ങളും പഠിച്ചാൽ മാത്രമേ ദഅവത്ത് നടത്താൻ പാടുള്ളൂ എന്നൊന്നും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മളറിഞ്ഞ ദീനിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള, നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും നിർബന്ധ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇനി പറയാൻ കഴിയില്ലേ, ഒന്നും കഴിയില്ലേ, സംവിധാനങ്ങളുണ്ട്. ഇവിടെ ഏറ്റവും വലിയ സംവിധാനമാണ് പ്രിയമുള്ളവരെ, നമ്മൾ നിരന്തരമായി മലയാളികളായിട്ടുള്ള കൊളീഗ്സുകൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഒരിക്കലെങ്കിലും ഇത്തരം ദീനി ക്ലാസ്സുകളിലേക്ക് അവരെ ക്ഷണിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ഒന്ന് വാഹനം എടുത്തുകൊണ്ട് നീ ഇന്ന സമയത്ത് ഇറങ്ങി നിന്നാൽ ഞാൻ അവിടെ വന്ന് നിന്നെ എടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സന്നദ്ധത നമ്മൾ കാണിച്ചിട്ടുണ്ടോ? നമുക്ക് പറയാൻ അറിയില്ലെങ്കിൽ, പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അത്തരം കഴിവുകളില്ലെങ്കിൽ അത്തരം വേദികളിലേക്ക് ആളുകളെ എത്തിക്കാനെങ്കിലും എന്ത് എഫേർട്ടാണ് പ്രിയമുള്ളവരെ ആത്മാർത്ഥമായി നമ്മൾ എടുത്തിട്ടുള്ളത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരു നാട്ടിൽ ഖുർആൻ ക്ലാസ് നടത്താൻ സ്ഥലമില്ല എന്ന് പറയുമ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിൽ ഞാൻ അവിടെ മറച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ച ദിവസവും എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് ഖുർആൻ ക്ലാസ് നടത്താം, വിശുദ്ധ ഖുർആൻ പഠിക്കട്ടെ. തൻ്റെ വീടിൻ്റെ മുകൾ ഭാഗം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം അവിടുന്ന് ഖുർആൻ ക്ലാസ്സിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന സഹോദരങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെയാണെങ്കിലും നമ്മുടെ വീട് അടഞ്ഞു കിടക്കുന്ന എത്രയോ വീടുകളുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും അറിവിൽ അത്തരം ആളുകളോട് ഇടപെട്ടുകൊണ്ട് വേണ്ട, നമ്മുടെ വീട് തന്നെ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ഒരു ദിവസം അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കാൻ നമുക്ക് സന്നദ്ധത കാണിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീന് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരുപാട് അവസരങ്ങൾ മുമ്പിലുണ്ടാകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അമുസ്ലിമിനെ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് പറയുന്ന ആയത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇന്നും സമൂഹത്തിലുണ്ട്. പക്ഷേ തിരുത്താൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? അത് ശരിയല്ല എന്നും അത് അങ്ങനെയല്ല അതിന്റെ ഉദ്ദേശമെന്നും അറിയുന്നവരാണ് നമ്മൾ. പക്ഷേ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ എന്ത് എഫേർട്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ എടുത്തിട്ടുള്ളത്? വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പല ആഘോഷങ്ങളും ദീനിന്റെ പേരിൽ കടത്തിക്കൂട്ടുമ്പോൾ അത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയ നമ്മൾ എത്രമാത്രം ആളുകളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പ്രിയമുള്ളവരെ, പല നിലക്കുള്ള പ്രയാസങ്ങളും അല്ലെങ്കിൽ മനുഷ്യനെ നേരിടുന്ന പ്രതിസന്ധികളും കാണുമ്പോൾ അത് മുൻകൂറായിക്കൊണ്ട് നമ്മൾ തിരുത്താറുണ്ട്. നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ അവിടെ വലിയൊരു കുഴി കണ്ടിട്ടുണ്ട് എങ്കിൽ അടുത്ത ആൾ അതിലേക്ക് വീഴരുത് എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും സിഗ്നൽ കൊടുക്കാറുണ്ട്. സൂക്ഷിക്കണം, അവിടെ കുഴിയുണ്ട്, അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അതിനേക്കാൾ വലിയ അപകടമല്ലേ നരകമെന്ന് പറയുന്നത്? നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ നരകത്തിന്റെ വിറകുകളായി മാറുക എന്നുള്ളത് അത് വലിയ അപകടമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിലക്കുള്ള ഇൻദാറുകൾ, താക്കീതുകൾ, പ്രിയമുള്ളവരെ, ഉപദേശങ്ങൾ കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുന്ന ആ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ദാഇമാരാകുക, പ്രബോധകന്മാരാകുക, അറിഞ്ഞ അറിവുകൾ ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ എത്തിച്ചു കൊടുക്കുകയാണ് എങ്കിൽ സ്വാഭാവികമാണ് ആരും പൂമാലയിട്ട് സ്വീകരിക്കുകയില്ല. പ്രയാസങ്ങളും പ്രക്ഷോഭങ്ങളും അതേപോലെ തന്നെ കളിയാക്കലുകളും കുത്തുവാക്കുകളും നിർബന്ധമായി നമുക്ക് കേട്ടിരിക്കും. അതാണ് ഇന്നലകളുടെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചെന്നിട്ടുള്ളത്. ദീനുമായി മുന്നോട്ട് പോയ ഒരാളെയും അതല്ലെങ്കിൽ ദഅവത്തുമായി മുന്നോട്ട് പോയ ഒരാളെയും ഇരുകൈയും നീട്ടി സ്വീകരിച്ച ചരിത്രം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് വളരെ വിരളം മാത്രമാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ബഹുഭൂരിപക്ഷം ആളുകളെയും ആട്ടിയോടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തിനേറെ പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെ ആട്ടിയോടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തിന്റെ പേരിൽ? ദഅവത്തുമായി മുന്നോട്ട് പോയത് എന്തിന്റെ പേരിൽ എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത് എപ്പോഴാണ് എന്ന്, ദഅവത്തുമായി മുന്നോട്ട് പോയപ്പോൾ പ്രയാസം അനുഭവിച്ചത് എപ്പോഴാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അവിടുന്ന് നബി സല്ലല്ലാഹു
അലൈഹി വസല്ലമ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഉഖബത്ത് ഇബ്നു അബീ മുഈത്ത് എന്ന് പറയുന്ന വ്യക്തി വരികയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷോള് അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ചുറ്റിക്കൊണ്ട് വലിച്ചു മുറുക്കുകയും ചെയ്തു എന്നാണ്. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കിയത് എന്ന് നമുക്ക് അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഫജാ അബൂബക്കറിൻ ഹത്താ ദഫഅഹു അൻഹു ഫഖാല അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയും പിന്നെ ഉഖബയെ പിന്നെ തട്ടിമാറ്റുകയും എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അതഖ്തുലൂന റജുലൻ, നിങ്ങൾ മനുഷ്യനെ കൊല്ലുകയാണോ? അൻ യഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും, തന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ സന്ദേശവുമായി തെളിവുമായി കടന്നു വന്നതിന്റെ പേരിലാണോ ഈ പ്രവാചകനെ നിങ്ങൾ പീഡിപ്പിക്കുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്നുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് പീഡനത്തിന്റെ ഒന്നു മാത്രമാണ്. ഇങ്ങനെ അനേകായിരം പീഡനങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായി. എന്തിന്റെ പേരിൽ? താൻ മനസ്സിലാക്കിയ തനിക്ക് കിട്ടിയ ഹക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ പ്രവാചകന് പോലും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ സാധാരണക്കാരായിട്ടുള്ള നമുക്കും ദഅവത്തുമായി ഇറങ്ങുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും. അതൊക്കെ പ്രിയമുള്ളവരെ നാളത്തെ സ്വർഗത്തിലേക്ക് വലിയ മുതൽക്കൂട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാര് ബഹിഷ്കരിച്ചു. സ്വന്തം താൻ ജനിച്ചു വളർന്ന നാട്ടിലെ ആ നാട്ടുകാർ ബഹിഷ്കരിക്കുന്ന സാഹചര്യമുണ്ടായി. ശഅബ് അബി ത്വാലിബ് മലഞ്ചെരുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെ തന്നെ തന്റെ കുടുംബവും പച്ചിലകൾ തിന്നുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ത്വായിഫിൽ അഭയം തേടി ചെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ പല ഗോത്രക്കാരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം ചോദിച്ചു. അവരാരും അഭയം നൽകിയില്ല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കയിലും മക്കയുടെ പരിസര പ്രദേശത്തുമുള്ള 80-ലധികം ഗോത്രങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം ചോദിച്ചു, സംരക്ഷണം നൽകുമോ എന്ന് അവരോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവരാരും നൽകിയില്ല എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൽകിയില്ലെന്നു മാത്രമല്ല, പ്രവാചകന്റെ പിന്നാലെ നടന്നുകൊണ്ട് പ്രവാചകനെ വേദനിപ്പിക്കുകയായിരുന്നു, പരിഹസിക്കുകയായിരുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ അവതീർണമായി കൊണ്ട് എനിക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് ആ ജനതയെ ഉപദേശിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. വഖാലു, അവർ പറഞ്ഞു, യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്റു ഇന്നക ലമജ്നൂൻ. യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ, വേദഗ്രന്ഥം ഇറങ്ങിയിട്ടുള്ള മനുഷ്യ, ഉത്ബോധനം ഇറങ്ങിയിട്ടുള്ള മനുഷ്യ എന്ന് പ്രവാചകനെ വിളിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി, ആ ഒരു വിചാരത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നോക്കുക. കാരണം എന്താ? വേദഗ്രന്ഥം ഇറങ്ങിയ മനുഷ്യ എന്നാ വിളിക്കുന്നത്. അതൊരു പക്ഷെ അംഗീകരിക്കുമ്പോഴുണ്ടാകുന്ന വിളിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം താല്പര്യത്തോടു കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നക ലമജ്നൂൻ, നീ ഭ്രാന്തനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുന്ന് ആളുകൾ പറഞ്ഞു എന്നുള്ളതാണ്. ഇതൊരാളല്ല, രണ്ടാളല്ല, ഒരു നാട് മുഴുവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭ്രാന്തനാണ് എന്ന് ചാപ്പകുത്തുകയുണ്ടായി എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, 35 വയസ്സ് അപ്രായഘട്ടത്തിൽ അൽ അമീനായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കയിലെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തൻ്റെ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത് മുഹമ്മദാണെന്ന് പറയുമ്പോൾ സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചിരുന്ന മക്ക നിവാസികൾ 40-ാമത്തെ വയസ്സിൽ അവർക്കിഷ്ടമില്ലാത്ത തനതായ തൗഹീദ് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭ്രാന്തനാണ് എന്നവർ ചാപ്പകുത്തി. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ ബിസാഹിബുകും മിൻ ജിന്ന. വിശുദ്ധ ഖുർആൻ 34-ാം അധ്യായം സൂറത്തു സബയിലെ 46-ാമത്തെ വചനം, നിങ്ങളുടെ സഹോദരൻ അദ്ദേഹം ഒരു ഭ്രാന്തനല്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, മുഹമ്മദ് ഒരു ഭ്രാന്തനല്ല എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങളുടെ സഹോദരൻ, അതായത് നിങ്ങളുടെ കൂടെ ജീവിച്ച നിങ്ങളിലുള്ള ഒരു വ്യക്തി, നിങ്ങളുടെ സഹോദരൻ, ആ സഹോദരൻ ഭ്രാന്തനല്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നുണ്ട്, വമാ സാഹിബുകും ബിമജ്നൂൻ, നിങ്ങളുടെ സഹോദരൻ അത് മജ്നൂനല്ല, ഭ്രാന്തനല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, മക്കയിലെ ആളുകൾ അവിടുന്ന് മക്കയിലേക്ക് വരുന്ന പല ആവശ്യങ്ങൾക്കും കച്ചവടത്തിനും ഹജ്ജിനും ഒക്കെയായിക്കൊണ്ട് വരുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്ക നിവാസികൾ പരിചയപ്പെടുത്തിയത്, ഇവിടെ മുഹമ്മദ് എന്നുള്ള വ്യക്തിയുണ്ട്, അവൻ ഭ്രാന്തനാണ്, അവൻ്റെ അടുക്കിലേക്ക് പോകരുത്. അപ്പോൾ നിങ്ങൾ, നമ്മളോടൊരാൾ അയാൾ ഭ്രാന്തനാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോവോ? കാരണം എന്താ ചെയ്യുകയെന്നറിയില്ല.
അല്ലേ? അയാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താ പ്രതികരണം എന്നറിയില്ല, എടുത്തടിക്കോ എന്നറിയില്ല, ഉപദ്രവിക്കോ എന്നറിയില്ല, അല്ലേ? നമ്മളൊരു ഭ്രാന്തനാന്ന് പറഞ്ഞാൽ നമ്മൾ മെല്ലെ മാറിപ്പോകും, അല്ലേ? നമ്മളാരും റിസ്ക് ഏറ്റെടുക്കാൻ നിൽക്കലില്ല. അപ്പോൾ ഇങ്ങനെ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പോകൂല. അതുകൊണ്ട് അവരെല്ലാവരും പരക്കെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭ്രാന്തനാണ് എന്ന് അവരിന്ന് പരിചയപ്പെടുത്തി. അവിടെയാണ് പ്രിയമുള്ളവരെ എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്നുള്ള ഇയാദുൽ അസ്ദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം മക്കയിലേക്ക് വരികയാണ്. അപ്പോൾ പറഞ്ഞു, ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, അപ്പോൾ ഭ്രാന്തനാണ്, അങ്ങോട്ട് പോകരുത് എന്ന്, അവൻ്റെ അരികിലേക്ക് അടുക്കരുത് എന്ന് പിന്നെ പറഞ്ഞപ്പോൾ അദ്ദേഹം ആലോചിക്കുകയാണ്, ഇത്തരം ഭ്രാന്തുള്ള ആളുകളെ ചികിത്സിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ, എന്തുകൊണ്ട് മുഹമ്മദിനെ ചികിത്സിച്ചുകൂടാ? എന്തുകൊണ്ട് മുഹമ്മദിന്റെ അരികിലേക്ക് പോയിക്കൂടാ? അവൻ്റെ ഭ്രാന്ത് മാറ്റിക്കൂടാ എന്നാലോചിക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെന്ന് കാണുകയും ചെയ്തു എന്നുള്ളതാണ്. യാ മുഹമ്മദ്, മുഹമ്മദേ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്റെ രോഗം ശിഫയാക്കി തരാം. വ ഇന്നല്ലാഹ യശ്ഫി അലാ യദയ്യ മൻ ശാ, അല്ലാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഞാൻ ചികിത്സിച്ച് നിന്റെ രോഗം ശിഫയാക്കി തരാമെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞത്, ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വ മൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അമ്മാ ബഅദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ ഇയാദുൽ അസ്ദി അവിടുന്ന് പറയാണ്, അഇദ് അലാ കലിമതിക ഹഉല, ഈ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ അതൊന്നും കൂടി ആവർത്തിക്കുക എന്ന് പറഞ്ഞു. ഫഅഅദഹുന്ന അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 മററാത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് 3 തവണ ആവർത്തിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, ജ്യോത്സ്യന്മാരുടെ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ സാഹിര്യങ്ങളുടെ വാക്കുകൾ കേട്ടിട്ടുണ്ട്, അങ്ങനെ അതേപോലെ തന്നെ കവികളുടെ വാക്കുകൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെയുള്ള ഒന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് ഇയാദുൽ അസ്ദി പറയുകയും എന്നിട്ട് പറഞ്ഞു, ഹാതി യദക, നിന്റെ കൈ എനിക്ക് താ, ഉബായിഉക അലൽ ഇസ്ലാം, ഞാൻ ഇസ്ലാം സ്വീകരിക്കട്ടെ അല്ലെങ്കിൽ ഇസ്ലാമിന് ബൈഅത്ത് ചെയ്യട്ടെ എന്ന് അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു എന്നുള്ളതാണ്. അതായത് സമൂഹം മുഴുവൻ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞപ്പോൾ അതേ ഭ്രാന്ത് ഉപയോഗിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അത് ചികിത്സിക്കാൻ വന്ന ആ ഭ്രാന്ത് ട്രീറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള ആളെ അവിടുന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇത് കേവലം പിന്നെ അവിടുന്ന് തൻ്റെ പിന്നെ സ്വത്തിൻ്റെ പേരിലോ അതല്ലെങ്കിൽ തൻ്റെ വീടിൻ്റെ അതിർത്തിയുടെ പേരിലോ ഒന്നുണ്ടായ എതിർപ്പുകളല്ല, ദഅവത്തിൻ്റെ പേരിൽ, ഇസ്ലാമിൻ്റെ പേരിൽ, മുസ്ലിം ആയതിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദഅവത്തുമായി ഇറങ്ങുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, അത് സഹിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. നാലാമത്തെ ഒന്ന്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ ആ ചരിത്രം പൂർണ്ണമാകണമെങ്കിൽ പ്രിയമുള്ളവരെ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ച പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഒന്നാമനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പൂർണ്ണമാകണമെങ്കിൽ അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കൂടി നാം ഓരോരുത്തരും അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അമന്നിൻ നാസി അലയ്യ ഫീ സുഹ്ബതിഹി വമാലിഹി അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സഹവാസം കൊണ്ടും അതേപോലെ തന്നെ സമ്പത്ത് കൊണ്ടും എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവിടുന്ന് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് ഓരോരുത്തർക്കും പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞത്, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാൻ പിന്നെ പറയാം, ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവിടുന്ന് സംശയലേശമന്യേ വിശ്വസിച്ചയാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഇസ്രാ മിഅ്റാജ് യാത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു യാത്രയെ കുറിച്ച് സത്യപ്പെടുത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അസ്സുദ്ദീഖ് എന്ന നാമകരണം കിട്ടി എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നെ ഈ സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുണ്ട്. വലൗ കുൻത മുത്തഖിദൻ മിൻ ഉമ്മതി ഖലീലൻ ലത്തഖദ്തു അബൂബക്കറിൻ വലാകിൻ അഖി വസാഹിബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ സമൂഹത്തിൽ ഞാൻ ആരെയെങ്കിലും കൂട്ടുകാരനായി സ്വീകരിക്കുകയാണ് എങ്കിൽ അത് അബൂബക്കറിന് സ്വീകരിക്കുമായിരുന്നു, എന്നാൽ അദ്ദേഹം എൻ്റെ സഹോദരനും സഹചാരിയുമാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവിടുന്ന് ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും നല്ല സുഹൃത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിരുന്നുണ്ട്. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, അഞ്ചാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ് എന്നതിനുള്ള തെളിവുകളാണ്. നോക്കൂ നിങ്ങൾ, മക്കയിലെ നിവാസികൾ അവർ പറഞ്ഞത് നീ ഒരു നബിയാണോ, ഈ എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അങ്ങാടിയിലൂടെ നടന്നു പോകുന്നുണ്ട്, ഇതാണോ ഒരു നബി എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പരിഹാസങ്ങൾ നബിയുടെ പേരിൽ വരുമ്പോൾ നബി അല്ല എന്നും അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ പരിഹസിച്ചുകൊണ്ട് ആളുകൾ വരുമ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ആ വിഷയത്തിൽ ഏറ്റവും ചുരുങ്ങിയ അറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നബിമാർക്കും അവിടുന്ന് താൻ നബിയാണ് എന്ന് ജനങ്ങൾക്ക് വിശ്വസിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങൾ ഇറക്കാതിരുന്നിട്ടില്ല. എനിക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനാണ് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതിൽ ഏറ്റവും വലിയ തെളിവായി നമുക്കുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ എന്താണോ മുന്നോട്ട് വെക്കുന്നത് അത് അതേപോലെ ജീവിതത്തിൽ കാണിച്ചു തന്ന വ്യക്തിത്വമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് സഅദ് ബിൻ ഹിശാം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, അലൈസ തഖറഉൽ ഖുർആൻ, നീ വിശുദ്ധ ഖുർആൻ ഓതാറില്ലേ? അദ്ദേഹം പറഞ്ഞു, ബല, അതെ ഞാൻ ഓതാറുണ്ട്. ഫഇന്ന ഖുലുഖൻ നബിയില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനൽ ഖുർആൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനായിരുന്നു. അതേപോലെ തന്നെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും, അഹ്സനൻ നാസി ഖുലുഖ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമ സ്വഭാവമുള്ളത്. ഇത് വെറുതെ പറയുന്നതല്ല. പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ഇത്രമാത്രം വിമർശനങ്ങൾ മക്ക മുശ്രിക്കീങ്ങൾ ഉന്നയിക്കുമ്പോഴും തൻ്റെ വ്യക്തി ജീവിതത്തിലോ തൻ്റെ സ്വഭാവ ജീവിതത്തിലോ ഒരു ന്യൂനത പോലും പ്രവാചകന്റെ എടുത്തു കാണിക്കാൻ മക്ക നിവാസികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളത് അറിയുന്നുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ തദ്ഹബു ദുനിയ ഹത്താ യഅതി അലൻ നാസി യൗമുൻ, ഈ ദുനിയാവ് അവസാനിക്കുകയില്ല ഒരു ദിവസം വരാതെ. എന്താണ് അതിൻ്റെ പ്രത്യേകത? ലാ യദ്രി അൽ ഖാതിലു ഫീമ ഖതല വലൽ മഖ്തൂലു ഫീമ ഖുതിൽ, കൊല്ലുന്നവൻ എന്തിനാണ് കൊല്ലുന്നത് എന്നും കൊല്ലപ്പെടുന്നവൻ എന്തിനാണ് കൊല്ലപ്പെടുന്നത് എന്നും തിരിച്ചറിയപ്പെടാത്ത ഒരു ദിവസം വരാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്നുള്ളതാണ്. അതിൻ്റെ പലതും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവചനം ഇന്ന് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവസാനത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വെളിപ്പെട്ട അത്ഭുതങ്ങളാണ്. പ്രിയമുള്ളവരെ, അവിടുന്ന് പിന്നെ ചന്ദ്രൻ പിളർന്ന സംഭവം, താൻ നബിയാണ് എന്ന് തെളിയിക്കൂ എന്ന് മക്കാ മുശ്രിക്കീങ്ങൾ ചോദിക്കുമ്പം അവിടുന്ന് ചന്ദ്രൻ രണ്ടായി പിളർന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ഹദൂ, നിങ്ങളിതിന് സാക്ഷികളാണ് എന്ന് പറഞ്ഞു എന്നും, ജബലുന്നൂറിൻ്റെ പിൻവശത്തേക്ക് അതിൻ്റെ ഒരു ഭാഗവും മുൻവശത്തേക്ക് മറ്റൊരു ഭാഗവും നീങ്ങി എന്നും ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിൻ്റെ ദൂതനാണ് എന്ന് തെളിയിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകൾ പഠിക്കുമ്പോഴും നമുക്കതിൽ ഇബറത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് ചിന്തിക്കാനേറെയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിനെയും ദീനിനെയും കൂടുതൽ അറിയാനും അടുക്കാനുമുള്ള ഒരുപാട് ഉപാധികൾ അതിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവാചകനെ പഠിക്കുകയും അനുധാവനം ചെയ്യുകയും സുന്നത്തുകൾ മുറുകെ പിടിക്കുകയും ചെയ്യുക. അത്തരം വിശ്വാസികളിൽ
അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹു മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ചൊരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار رب ارحمهما كما ربونا صغارا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين والله تعالى أعلم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.